അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റൂം ഫുള്ള് ഡീപ്പ് ക്ലീനിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു വീഡിയോ ആണ് നിങ്ങളെല്ലാവരും കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പൊത്തി വലിഞ്ഞ് അതിന് മുകളൊക്കെ കയറി ക്ലീൻ ചെയ്യണം. ഞാൻ വിളക്കത്തിക്കാറുണ്ട്. അപ്പോൾ ആ വശത്തൊക്കെ അവിടെ വെച്ചിട്ടായിരുന്നു കത്തിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുതിയൊരു സ്റ്റാൻഡ് കിട്ടിയപ്പോൾ അപ്പോൾ കണ്ടില്ല, അവിടെ നിന്ന് മാറ്റി ഇപ്പുറത്തെ സൈഡിലോട്ട് വെച്ചു. അപ്പോൾ ആ വശത്തൊക്കെ കരിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി തുടച്ച് ക്ലീൻ ചെയ്യായിരുന്നു. പിന്നെ ഇപ്പോൾ നോമ്പൊക്കെ തുടങ്ങിയല്ലേ, അപ്പോൾ വിചാരിച്ചു റൂമൊക്കെ വെടുപ്പാക്കി ഇടണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ചെയ്തു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടി ഞായറാഴ്ച ഒരു നോമ്പ് തുറ സെറ്റാക്കിൻ്റെ വീട്ടിൽ. അപ്പം അതോടനുബന്ധിച്ച് ഞാൻ റൂം വെടുപ്പാക്കിയതാണ്. അങ്ങനെ പിന്നെ എനിക്ക് റൂം ക്ലീൻ ചെയ്യണം, റൂം ക്ലീൻ ചെയ്ത് കിടക്കണം, നല്ല സന്തോഷവും സമാധാനമൊക്കെയാണ്. പൊത്തി വലിഞ്ഞ് ചെയ്യലാണ് കേട്ടോ. ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് വീഡിയോ നോക്കുള്ളൂ 1 മണിക്കൂറായി വീഡിയോ. അത്രയ്ക്കധികം ക്ലീൻ ചെയ്യാണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ പോയിരുന്നു ഇവിടെ പോയിരുന്നു വർത്താനൊക്കെ പറഞ്ഞിട്ടാട്ടോ ബാക്കി ചെയ്തത്. അന്നത്തെ ദിവസം നോമ്പ് 2-ാം ദിവസമായിരുന്നു. അതിനിടയ്ക്ക് അടുക്കളയിൽ പോയി വേറെ പണി ചെയ്ത് അത് ചെയ്ത് ഇത് ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടും വരുന്നത്. അപ്പോൾ 2 സൈഡിൽ അവിടെ കുറച്ച് പണിക്ക് എനിക്ക് ചെയ്യാനുള്ളതുണ്ടായിരുന്നു, ബാക്കി അവൾ ചെയ്യും, അങ്ങനെയാണ്. അപ്പോൾ അതെ, ഈ സൈഡ് ഫുൾ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് തന്നെ കേട്ടോ. അത് എനിക്കങ്ങനെയാണ്, നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് തരണം, നീറ്റായിട്ട്. അത് ഞങ്ങൾ 2 പേരും അങ്ങനെയാണ് കേട്ടോ. നമ്മൾ വെടുപ്പായിടുകയുണ്ടെങ്കിൽ നമ്മളത് ക്ലീൻ ചെയ്ത് തരണം. അപ്പോൾ അതെ, ഇന്നത്തെ ഇവിടെ ഫുള്ള് വെടുപ്പാക്കി. ഇനിയിപ്പോൾ താഴെ ഫുള്ള് വെടുപ്പാക്കണം. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അവിടേക്ക് സ്ക്രബ്ബറിട്ട് വരച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അടുത്ത സാധനങ്ങളൊക്കെ മാറ്റി സെറ്റാക്കി. അപ്പോൾ അതെ, ഇവിടെ വിഷ്മയുടെ സമ്മയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. സമ്മയുടെ ഫോട്ടോ അങ്ങനെ വിളക്കത്തിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. നിത്യ വിളക്കത്തിച്ച് പിന്നെ ഇന്ന് വിളക്കത്തിക്കണം. നമ്മൾക്ക് പിരിച്ച വിളക്കത്തിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് കത്തിക്കാറില്ല. അങ്ങനെ അപ്പോൾ അതെ, മറ്റോടത്തൊക്കെ അടിപൊളിയായിട്ട് തുടച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇത്. 40 ആദ്യം ഡവിൻ്റെ 2 ബോഡി ലോഷനും പിന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞ സ്പ്രേ ബോട്ടിൽ ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ച്, പിന്നെ ഒരു ഡീറ്റാൻ ബാക്ക്, അങ്ങനെ കുറേ സാധനം അതൊക്കെ വെച്ച്, പിന്നെ ഫേഷ്യൽ റൈസർ, പാൻചീർപ്പ് വരെ ഉണ്ട്. പിന്നെ അതെ, ഇതാണ് എൻ്റെ പിന്നെ 2ാമത്തെ സാധനം. എല്ലാ സാധനങ്ങളും മിനിമിസ്റ്റിൻ്റെയും ഡാം ഡോക്കിൻ്റെയും നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ ഞാൻ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്. പിന്നെ അതിൽ പുതിയതായിട്ട് വന്നത് വാനിലയുടെ ബോഡി ക്രീം, ബോഡി ഓയിലാണ് കേട്ടോ. അടിപൊളി കേട്ടോ, അത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതെ, ഈ ഒരു ഏരിയയിൽ ഞാൻ എൻ്റെ ഗുളികകൾ ഒമിച്ചിങ്ങിൻ്റെയും ലൂസ് സ്റ്റോളിൻ്റെയും പിന്നെന്താ ബി കോംപ്ലക്സ്, അങ്ങനെ എനിക്ക് PCOD ഉണ്ട്, അതിൻ്റെയാണ് നീല മരുന്ന് കാണുന്നത്. അങ്ങനെ അലർജിയുള്ള മരുന്നുകളൊക്കെ ഞാൻ അങ്ങോട്ട് സെറ്റാക്കി വെച്ച് നോക്കി വെച്ച്. പിന്നെ ഇൻഹേലർ, എനിക്ക് തണവ് വൈകുമ്പോൾ ശ്വാസം മുട്ടേണ്ട ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതാണ് ആ ഇൻഹേലർ ഇരിക്കുന്നത്. പിന്നെ അതെ, എൻ്റെ ആയുധ ബോക്സ് ആണെന്ന് പറയാം. ഇതാണ് എൻ്റെ മേക്കപ്പ് ബോക്സ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും, ഞാൻ വീഡിയോകളൊക്കെ കാട്ടിയിട്ടുണ്ടല്ലോ ഇതിൽ. അപ്പോൾ അതെ, എൻ്റെ ആയുധങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചേക്കാം. ഇതിനിടയ്ക്ക് ഹോളിൽ പോയിട്ട് അവൾ വെറുതെ ബ്യൂട്ടീഷ്യനൊക്കെ ചെയ്തിരുന്നു കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ്. അങ്ങനെ പിന്നെ ഇത് എല്ലാം ഒതുക്കി വെച്ച് എല്ലാം സെറ്റപ്പാക്കി. ഇതും കഴിഞ്ഞൊരു ബോട്ടിലാണ്, കണ്ടില്ലേ. ഇത് ഞാൻ പഠിക്കണത് പിന്നെ കണക്ക് ഇതിനകത്ത് അലർജില്ല. പിന്നെ അതിൽ എൻ്റെ കണ്ണട, ഈ റൂമിൽ മിററില്ല, അപ്പോൾ അങ്ങനെ. പിന്നെ ഒരു ചെപ്പിൽ തന്നെ ഫുള്ള് കമ്മലുകൾ, പിന്നെ ഐ പാച്ചാണ് മുകളിലിരിക്കുന്നത്. പിന്നെ അതേ, ഞങ്ങളൊരു പോളറൈറ്റ് ഫോട്ടോ, അത് കുറേ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒട്ടിക്കാണ്ടിരുന്നത്. അങ്ങനെ ദേ ആളെയും വെച്ചു സെറ്റായപ്പോൾ റൂം ഫുള്ള് സെറ്റായി. ഇപ്പോൾ ഈ ഒരു സെക്ഷൻ തീർന്നു കേട്ടോ. ഈ ഒരു സെക്ഷനിൽ കുറച്ച് നേരത്തെ പണി ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോയും കൂടി എടുക്കണോണ്ടാണ് എനിക്ക് ടൈം കൂടുതലായിട്ട് തോന്നിയത്. പിന്നെ ദേ ഈ ഒരു സെക്ഷൻ. പിന്നെ ഇതിനിടയ്ക്ക് സഹല വന്നിട്ടുണ്ടായിരുന്നു, വെറുതെ വന്നതാ, എന്തോ കാര്യത്തിന് വേണ്ടി വന്നതാ. അപ്പോൾ അവൾ പറഞ്ഞു ഇവിടെ നമുക്ക് സ്പ്രേ ബോട്ടിൽ ഉണ്ടായിരുന്നു, 2 പെട്ടി സ്പ്രേ ബോട്ടിലുകളുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് നമ്മൾ അവിടെ ടേബിളിൽ ഒതുക്കി വെച്ചില്ലേ, ആ റൗണ്ടിൽ വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതെടുത്ത് അവിടെ കൊണ്ടുവച്ചു. പിന്നെ ഓരോന്ന് ഒതുക്കുമ്പോഴാണ് അയ്യോ ഇന്ന സാധനം ഉണ്ടായിരുന്നല്ലോ എന്ന്. അപ്പോൾ ദൈവതോ ഇവിടെ ഒതുക്കിയപ്പോൾ എനിക്ക് കുറച്ച് നമ്മുടെ ഏലക്കയുടെ ഇത് സാധനം കിട്ടി. അങ്ങനെ ഇവിടെ എന്ന് വെച്ചാൽ ഈ ഒരു ഇതിൽ ഫുള്ള്
ഹെയർ ഡ്രയർ, പിന്നെ ഇത് കണ്ടില്ലേ മാസ്ക്, ഫേസ് മാസ്ക് ഒക്കെയാണ് ഇരിക്കുന്നത്. സൺസ്ക്രീം അതൊക്കെ പൊട്ടിക്കാത്ത സാധനമാണ് കേട്ടോ. പിന്നെ ഒരു വിളക്ക്. അങ്ങനെ ഇപ്പോൾ ഇത് പുതിയ വിളക്ക് കിട്ടിയപ്പോൾ പഴയ വിളക്ക് ഞാൻ എടുത്ത് വെച്ചു. മെൻസ്ട്രൽ കപ്പ്, ഞാൻ മെൻസ്ട്രൽ കപ്പാണ് ഉപയോഗിക്കുക, അപ്പോൾ അതാണ് അവിടെ ഇരിക്കുന്നത്, മുകളിലിരിക്കട്ടായിരുന്നു. പിന്നെ താഴെ ഫുള്ള് നമ്മൾ വിളക്കത്തിക്കണ സാധനങ്ങൾ, തിരി, ചന്ദനത്തിരി, പിന്നെന്താ അങ്ങനത്തെ സാധനങ്ങൾ എല്ലാം ഉണ്ട്. പിന്നെ ഒരു നെബുലൈസറാണ്. എനിക്ക് വന്ന സമയത്ത് ശ്വാസം മുട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ആ ഒരു നെബുലൈസറും. പിന്നെ പുതിയ വാലൻറ്റൈൻസ് ഡേക്ക് ഒരു ബൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ആ ബൊക്കെ ഞാൻ റൂമിൽ ആക്കി വെച്ച സാധനമാണ്. അപ്പോൾ ഇവിടെയും നമ്മുടെ വെടുപ്പാക്കി കഴിഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാ പണിയും ഇതോടുകൂടി കഴിഞ്ഞപ്പോൾ ഏകദേശം മഴ തുടങ്ങി ഭംഗി. മുകളിൽ ഫുള്ള് മേക്കപ്പ്, താഴെ ഫുള്ള് മേക്കപ്പ് ഐറ്റംസ്. അങ്ങനെ ഇത് ഫുള്ള് തിരിയും ചന്ദനത്തിരിയും. പിന്നെ നമുക്കൊരു കലണ്ടറിനാണ് തൂക്കിയിടാൻ സമയമില്ലാത്തതുകൊണ്ട് അവിടെ വെച്ചേക്കണം. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുള്ള് പെട്ടികളാണ്. അതിൽ സഹലയുടെ പെട്ടിയുണ്ട്, പിന്നെ ഒരു നീലപ്പെട്ടി എൻ്റെ, പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറെ പെട്ടിക്കണം. അപ്പോൾ ഇതിൽ ഏകദേശം ഒതുക്കി വെച്ചിട്ടെ ഫുള്ള് എൻ്റെ ബേക്ക്. എനിക്ക് ബേക്കെന്ന് വെച്ചാൽ അത്രയും ഇഷ്ടമാണ്. എത്ര കിട്ടിയാലും മതി വരാത്ത സാധനമാണ് ബേക്ക്. നമ്മുടെ ഗൂഫിക്കുട്ടൻ എടുത്ത് പുറത്താക്കിയതാണ്. ബെഡ്ഷീറ്റ് ഇന്നലെ മാറിയുള്ളൂ, പിന്നെ ഇന്നിപ്പോൾ ഡീപ്പ് ക്ലീൻ ചെയ്തപ്പോൾ എന്തായാലും ബെഡ്ഷീറ്റ് മാറ്റണമല്ലോ. അങ്ങനെ അപ്പോൾ ആ ഒരു കവറിൽ പൊതിയുണ്ടായിരുന്നത് വെളിച്ചെണ്ണ കൊണ്ടുവച്ചത് അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതായിരുന്നു ഇരിക്കേണ്ടിരുന്നത്. പുതിയ ബെഡ്ഷീറ്റാട്ടോ, ഉദ്ഘാടിക്കുകയാണ്. എനിക്കിഷ്ടമായി ബെഡ്ഷീറ്റ്. ഇത് മീഷോന്നാണ്ട് വാങ്ങിയതാണ്, മീഷോന്ന് വാങ്ങിയതാണ്. അടിപൊളി ബെഡ്ഷീറ്റാട്ടാ. വിരിച്ചു കൊടുക്കും. അങ്ങനെയാണ്. അധികം വിലയൊന്നും ആയിട്ടില്ല, 300 താഴെ ആയിട്ടുള്ള അടിപൊളി ബെഡ്ഷീറ്റാണ് അത്. അപ്പം അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചതേ. ഇത് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയതാണ്, വന്ന അവസരത്തിൽ വാങ്ങിയൊരു ബ്ലാങ്കറ്റ് ആട്ടോ. അടിപൊളി ബ്ലാങ്കറ്റ്. ഇതാണ് ഞങ്ങളുടെ മിട്ടുവിൻ്റെ കൂട്ടുകാരൻ കിട്ടുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ. അപ്പോൾ കിട്ടുവാണായിരുന്നു എൻ്റെ ഇപ്പോഴത്തെ പുതിയ കൂട്ടുകാരൻ. മിട്ടുവിന് ഞാൻ കിട്ടുമ്പോൾ മിട്ടുവിന് ഞാൻ നമ്മുടെ വലിപ്പിൻ്റെ ഉള്ളെടുത്ത് വെച്ചു. അങ്ങനെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഓരോ പണിയായിട്ട് ഇവിടുന്ന് ഒക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനിടയ്ക്ക് തലോണ കവർ ഇട്ട് ഓരോ പണി ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഓരോന്ന് ചെയ്യാണ്. അത് കഴിഞ്ഞതേ സന്ധ്യ ആവാറായി. വെളുക്കത്തിക്കേണ്ട സ്വഭാവം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് കുളിക്കാൻ ഇടേണ്ട ഡ്രസ്സാണ്, അതാണ് മാറ്റി വെച്ചത്. ഇതിനിടയ്ക്ക് പോയി വേസ്റ്റ് കളയാൻ പോയി. അങ്ങനെ വീണ്ടും വന്നു. കുറേ വേസ്റ്റ് ഉണ്ട്. നമ്മൾ ഇതൊക്കെ പൊട്ടിച്ചിട്ടല്ലോ, അതായത് നമ്മൾ വേസ്റ്റായ ഈ കഴിഞ്ഞ സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഇതൊക്കെ അങ്ങനെ എല്ലാം സെറ്റപ്പ് ആക്കേണ്ടതിനിടയ്ക്ക് അങ്ങനെ ആയിരുന്നു. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് എല്ലാം സെറ്റാക്കി ക്ലിയറാക്കി. ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും ബൈ.